ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, കണ്ടോ? ഇവിടെ ഈ വെബ്സൈറ്റിലൊക്കെ ഇപ്പോൾ ഗൂഗിൾ എടുത്താൽ ഗൂഗിളിലൊക്കെ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, കണ്ടോ? ഇതിന് പറയുന്ന പേരാണെന്ത്? ഫാവിക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐക്കൺ പറയുന്നതാണത് ഫാവിക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐക്കൺ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണെന്ത്? Favicon.io എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടോ? നമുക്ക് PNG ഇമേജിനെ നമുക്ക് ഐക്കണാക്കി മാറ്റാം, ടെക്സ്റ്റിനെ വേണമെങ്കിൽ മാറ്റാം, ഇങ്ങനെ സിമ്പിൾസിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഇമോജി സിമ്പിൾസിനെ നമുക്ക് വേണമെങ്കിൽ ഐക്കണാക്കി മാറ്റാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ എങ്ങനെ, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് ഐക്കണാക്കി മാറ്റാം നോക്കാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതിൻ്റെ മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് സിമ്പിൾ ഇത് മാറ്റാം, റൗണ്ടഡ് സർക്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഫോണ്ട് മാറ്റാം, ഫോൺ സൈസ് മാറ്റാം, കളർ മാറ്റാം, ഫോൺ കളർ മാറ്റാം. അപ്പോൾ നമുക്ക് വേണ്ട വേർഡ് നമ്മളിവിടെ ലെറ്റർ നമ്മളിവിടെ കൊടുക്കാം. മൂന്ന് സൈസിലൂടെ കാണിക്കുന്നുണ്ട്. കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അത് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബ്ലോഗിലാണെങ്കിൽ ബ്ലോഗിൽ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാവിക്കൺ ഐക്കൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളെ വെബ്സൈറ്റാണ് എന്ത്? Favicon.io എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഓക്കെ, താങ്ക് യു.